ആണ്. യേശു കർത്താവ് എൻ്റെ സഹായം ആകാശത്തെയും, നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെടാം. കർത്താവിൻ്റെ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും നമുക്ക് ശക്തിപ്പെടാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യും, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ പറയണം, പുതിയ പുതിയ കാര്യങ്ങൾ തുറന്നു. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പറയണം, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ഞാൻ ഇന്നൊരു യാദൃശികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് യാദൃശികമായിട്ട് AAL എന്ന് പറഞ്ഞ പണ്ട് അമേരിക്കയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു. പഴയ കാലത്ത് ഒരു വീഡിയോ ക്ലിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുശ്രൂഷ ഞാൻ കണ്ടൊരു കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കണ്ണ് കാണത്തില്ല, ജന്മന അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാനിടയായി തീർന്നു. AAL നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒത്തിരി അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ജീവിതത്തിൽ ഇതുവരെ കണ്ണ് കാണാത്ത മനുഷ്യൻ്റെ കണ്ണ് തുറന്നു വരുന്നു. എന്നാലോചിച്ച് നോക്കി, അദ്ദേഹത്തിൻ്റെ അടഞ്ഞ കണ്ണ് തുറന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നു പുതിയ കണ്ണ് അവിടെ ഉണ്ടായി വന്നതാണ്. ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ വിശ്വസിക്കണം, കർത്താവിന് സൃഷ്ടിക്കുവാൻ കഴിയും. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കും. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കും. കർത്താവിൻ്റെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കണമെന്നല്ല, എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായോട് പറഞ്ഞത്, പൗലോസ് നീ മിണ്ടാതിരിക്കരുത്, കൊരിന്ത്യയിൽ എനിക്ക് വളരെ ജനമുണ്ട്. നമ്മളോട് പറയണം, രോഗികളുടെ മേൽ കൈ വെക്കണം. കർത്താവെ, അങ്ങേക്ക് അവിടെ പ്രവർത്തിച്ചാൽ പോരെ, പക്ഷെ എന്തിനാണ് എൻ്റെ കൈ? ദൈവത്തിന് ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമാണ് എന്നിലൂടെ ദൈവപ്രവർത്തികൾ നടക്കുന്നത്. കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തീർച്ചയായും കർത്താവ് അത് ചെയ്യും. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നു. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഇന്നും കർത്താവ് ചെയ്യും. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ കേട്ട വചന ഭാഗം എന്താണെന്നുള്ള ഓർമ്മയുണ്ടോ? എന്റെ അവകാശം കൈവശമാക്കണം. ആമേൻ. അപ്പൊ എത്ര പേര് തീരുമാനം എടുത്തു, അത്ഭുതം കാണാതെ ഞാൻ പുറകോട്ട് മാറുകയില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? കിട്ടിയാ കൊള്ളാം എന്ന് പറയുന്ന പരിപാടിയല്ല, വില കൊടുത്ത അവകാശികളാണ് നിങ്ങൾ. അതുകൊണ്ട് കർത്താവേ, എൻ്റെ വിഷയം മാറിയേ പറ്റത്തുള്ളൂ, എനിക്ക് അതിൻ്റെ മേൽ പ്രവൃത്തി ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മുടെ അകത്ത് സംശയം കൊണ്ടുവരും, എനിക്കത് കിട്ടാനുള്ള യോഗ്യത എന്നാണ്, എനിക്കത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് നല്ല പ്രാർത്ഥനക്കാരനാണോ, നല്ല വചനം വായിക്കുന്ന ആളാണോ, ഇതൊന്നും അവിടെ വിഷയമല്ല. വിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് വില കൊടുത്തത്. ഇത്രയും മതി. വേറെ ഒന്നും ബൈബിളിൽ നിങ്ങൾക്ക് A to Z അറിയത്തില്ലെങ്കിലും, ഒരു വചനം പോലും കാണാപ്പാടെ അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, യേശു എനിക്ക് വേണ്ടിയാണ് വന്നത്, കർത്താവ് എനിക്ക് വേണ്ടിയാണ് വില കൊടുത്തത്. ഇത് മാത്രം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം പുറകെ വന്നിരിക്കും. ആമേൻ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കർത്താവ് കൂടെ ഉണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്ത, ഞാൻ പണ്ടിങ്ങനെ പറയുമായിരുന്നു, പണ്ട് പ്രാർത്ഥനയിലൊക്കെ പറയുമായിരുന്നു, നിങ്ങൾക്കിപ്പം ഞാനിപ്പം നേരിട്ട് പ്രസംഗിക്കുന്ന സുവിശേഷം പറയുന്ന പലയിടങ്ങളിൽ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയായിരുന്നു, കേരളത്തിൽ നാളെ ചിലപ്പം ഞാൻ നേരിട്ട് വന്ന് സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വരും. ഇല്ല വരുന്നത് ഞാൻ മരിച്ചു പോകുന്നൊരാശയമല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ എന്നെ കിട്ടിയില്ലെന്ന് വരും.
എന്നെ അത് നേരിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സുലഭമായിട്ട് ബ്രദർ വരുന്നു, വചനം പ്രസംഗിക്കുന്നു, അപ്പം നേരിട്ട് കാണാൻ പറ്റും. നാളെ ഇത് കിട്ടാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. അന്നൊന്നും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറുമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. അന്നൊന്നും അങ്ങനെ പ്ലാനേ മനസ്സിലില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നീട് കോവിഡ് വന്നു, പലപ്പോഴും നമുക്ക് നേരിട്ട് കാണാൻ പറ്റാതെയായി. അപ്പം അങ്ങനെ ചില സിറ്റുവേഷൻ വന്നപ്പോൾ പലരും പറഞ്ഞു, അയ്യോ ബ്രദറെ അന്ന് പറഞ്ഞതുപോലെ, അന്ന് ഞാൻ പറഞ്ഞ പ്രവചനമൊന്നും അല്ലത്, വെറുതെ പറഞ്ഞതാ. അപ്പം ഞാനിത് എൻ്റെ മനസ്സിൽ ഇന്ന് ചിന്തിച്ചു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ മറ്റു മരുന്നുകളും സൗകര്യങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? നിസ്സഹായരായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. യുദ്ധം നടക്കുന്ന, നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ കണ്ടല്ലേ, യുദ്ധം നടക്കുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ, രാജ്യങ്ങളിലൊക്കെ ആഹാരം ഈ പാരച്യൂട്ട് വഴിയൊക്കെ താഴേക്ക് ഇറക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പുറകെ ഓടി പലതും കടലിൽ വീണു, അതെടുക്കാൻ പോയ പലരും മരണപ്പെടുന്ന കാഴ്ച. ആഹാരം സുലഭമല്ല, ലഭ്യത കുറവുണ്ട്. അപ്പോൾ ആഹാരം ശരിക്കും കിട്ടാത്ത സ്ഥലത്ത് മരുന്ന് കിട്ടുമോ? നിങ്ങൾ പറ. ആഹാരം നല്ലപോലെ കിട്ടാത്ത രാജ്യത്ത് ഈ യുദ്ധ സമയത്ത് മരുന്ന് കിട്ടുമോ? ഇല്ല. അപ്പൊ അവർക്ക് മരുന്നാണോ വലുത്, ഇപ്പൊ ആഹാരമാണോ വലുത്? ആ, അപ്പോൾ ഓർത്തോണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അവർ ചിന്തിച്ചു പോലും കാണത്തില്ല. ആഹാരത്തിന്റെ പുറകെ ഓടുന്ന വ്യക്തി ചിലപ്പോൾ മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നതാ, ഇനിയും പല ദുർലഭമായി എല്ലാം കിട്ടാത്തൊരവസ്ഥ, എല്ലാം സുലഭമായി കിട്ടാത്തൊരവസ്ഥ വരും. എല്ലാം സുലഭമായി ലഭിക്കാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരും. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധങ്ങൾ ചെയ്യും. നമ്മളിപ്പോൾ ഓർക്കുന്നത് ഉക്രൈനിലോ ഇസ്രായേലിലോ അമേരിക്കയിലോ എവിടെയൊക്കെയോ യുദ്ധമാണ്. പക്ഷേ നാളെ അത് എവിടെയും സംഭവിക്കാം, യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പം ആ കാലഘട്ടത്തിൽ പലതും ലഭിക്കാതെ വരും. ലോകത്തിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ വിശ്വാസികൾ ആ സമയത്ത് നിലവിളിച്ചോടരുത്. പകരം ഇന്ന് മുതൽ നിങ്ങൾ ശീലിക്കണം, വിശ്വാസത്താൽ ജീവിക്കുവാൻ ശീലിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അന്തരീക്ഷത്തെ ഒരത്ഭുതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫ് ഒരു മിറക്കിൾ അറ്റ്മോസ്ഫിയർ ആക്കണം. പലപ്പോഴും ഞാനിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഒരു ആൻറ്റിബയോട്ടിക് കിട്ടണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് ഇന്ന ആൻറ്റിബയോട്ടിക്, നമുക്ക് ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് കാണാപ്പാടം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻറ്റിബയോട്ടിക് കിട്ടും. ഇവിടെ ഒരു മനുഷ്യൻ ചത്ത് വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കത്തുള്ളൂ. ചത്ത് വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അതുപോലെ ഒറ്റ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യത്ത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ തരത്തില്ല. ആൻറ്റിബയോട്ടിക് നമുക്ക് നേരിട്ട് തരത്തില്ല. ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യണം. ചുമ്മാ തരത്തുമല്ലോ ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിൽ അത് സുലഭം, എനിക്ക് ഈസി ആയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട. നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി കേരളത്തിൽ എവിടെ ചോദിച്ചാലും നമുക്ക് ആൻറ്റിബയോട്ടിക് കിട്ടും, ഏത് വേണമെങ്കിലും കിട്ടും. കോവിഡ് ടൈമിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ നമുക്ക് സുലഭമായി കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും, ഉദാഹരണം നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ, സുലഭമായി കിട്ടുന്ന പല കാര്യങ്ങളും ഒറ്റ ദിവസങ്ങളിൽ ഇല്ലാതായി പോകും. ഇന്നലെ ഈ രാജ്യത്ത് ഞാൻ അനുഭവിച്ച ഒരു പെട്ടെന്ന്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, എൻ്റെ ഉള്ളിൽ വന്ന ചില കാര്യങ്ങളെ ഉറപ്പിക്കുന്ന പോലെയായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഇവിടെ പെട്ടെന്ന് വെള്ളം നിന്നുപോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ UK ഞാൻ ആയിരിക്കുന്ന ഈ രാജ്യത്ത് പെട്ടെന്നൊരു രാത്രിയിൽ ചില മണിക്കൂറുകൾക്കകത്ത് എന്തോ ഒരു പൈപ്പ് ബ്ലോക്കായി കംപ്ലീറ്റ് കുടിവെള്ളം ഉൾപ്പെടെ നിന്നുപോയി. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, പെട്ടെന്ന് സ്റ്റോപ്പായിപ്പോയി വെള്ളം. എല്ലാ ഏരിയയിലും വെള്ളമില്ലാതെ. അപ്പം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് വലിയ വെള്ളമൊന്നുമല്ല, ഈ കുപ്പിക്കകത്ത് 1 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് ഒരു 6 7 കുപ്പി പെട്ടെന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവരും. അപ്പം ഞാനത് മേടിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം പുറത്തിറങ്ങി, കാറുമായിട്ട് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ബ്ലോക്കാണ്. എല്ലാ വഴിയും കയറാൻ നോക്കിയിട്ട് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുക. പിന്നെ കുടിവെള്ളം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതുവരെ വീട്ടിലിങ്ങനെ സുലഭമായിരുന്നു വെള്ളം, ചിന്തിക്കുന്ന പോലും ഇല്ല. കുളിക്കാനും കുടിക്കാനും പാത്രം കഴുകാനും തുണി കഴുകാനും ഒക്കെ വെള്ളമുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ചില മണിക്കൂറുകൾക്കകത്ത് അത് സ്റ്റോപ്പായിപ്പോയി. ഇതുവരെ വെള്ളം വന്നിട്ടില്ല, സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളക്കുപ്പികൾ എല്ലായിടത്തും വെള്ളം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും വന്നിട്ടില്ല, ചിലപ്പോൾ നാളെ ചിലപ്പോൾ കാണുമെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനൊരു രാജ്യത്ത്, ഇത്രയും വളർന്നൊരു രാജ്യത്ത്, ഇത്രയും ടെക്നോളജി ഉള്ള രാജ്യത്ത് ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് അത് സ്റ്റോപ്പായി പോയപ്പോൾ എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ട ചില കാര്യങ്ങളാണ്. ഇനി ലോകത്തിൽ മെഡിസിൻ പോലും ലഭിക്കാൻ കഴിയാത്ത കാലം. ഇത് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് കേട്ടോ, ഭയപ്പെടരുത്. അപ്പോൾ നമ്മൾ ഇന്നു മുതലേ രോഗത്തിൻ്റെ മേലും പ്രശ്നങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കാൻ പഠിച്ചാൽ നാളെ ഏതൊരു വിഷയം വന്നാലും നമ്മൾ പാനിക്കാകത്തില്ല. എനിക്കറിയാം, കോവിഡ് ടൈമിൽ പല ആൾക്കാരും പരക്കം പായഞ്ഞ് ഓടിയപ്പം കർത്താവിൽ വിളിക്കുന്ന വിശ്വാസത്താൽ ജീവിക്കുന്ന ഒറ്റ മനുഷ്യൻ പേടിച്ചില്ല, അറിയാവോ?
ഒറ്റ മനുഷ്യന് പേടിയില്ല. ഞാൻ കണ്ടതാ, പലരെയും വിളിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു അവരുടെ വീട്ടിൽ. കാര്യം അവർ ശീലിച്ചു വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കണമെന്ന്. അതുകൊണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ അവർ പതറിപ്പോയില്ല. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ ദാനിയേലിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ടുപോയി ഇടുവെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അന്നും പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. എല്ലാ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹം ഒന്നും കൂടെ കിളിവാതിൽ തുറന്ന് എല്ലാവരും കാണുകെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചു. അതിനർത്ഥം തനിക്ക് പേടിയില്ലായിരുന്നു. കാരണം താൻ എപ്പോഴും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട്, അങ്ങനെ ശീലിച്ചൊരു മനുഷ്യനായതുകൊണ്ട് ഒരു പ്രതിസന്ധി വന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പതറിപ്പോയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഈ നമ്മുടെ നേരത്തെ സൂമിലൊക്കെ ഉണ്ടായിരുന്നു. പലരും അങ്ങനെ, കുറേ ആൾക്കാർ അങ്ങനെ മാറി. അങ്ങനെ ചില ആൾക്കാരൊക്കെ മാറിപ്പോയി. വിശ്വാസത്തിൽ ബലപ്പെട്ട ആൾക്കാർ മാത്രമേ ഇപ്പോൾ കൂടുതലും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അവർ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര ഒളിയത്തിൽ ഹല്ലേലൂയ, ഞാൻ സുവിശേഷം പറയുന്നതിനേക്കാൾ ഒളിയത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, എന്നാ സഹോദരി വിഷയം എന്ന് ചോദിക്കും. പിന്നെ ആ സഹോദരിയെ കാണണമെങ്കിൽ അടുത്തൊരു പ്രശ്നം പറഞ്ഞു, അടുത്തൊരു വിഷയം വരുമ്പോൾ പിന്നെ ആക്റ്റീവ്, ഭയങ്കര ഒരു ആമേൻ ഹല്ലേലൂയ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓർക്കും, ഇതെന്തൊരു ശക്തമായിട്ടുള്ള സഹോദരിയാണ് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ആ പ്രശ്നം വലുതായതുകൊണ്ട്, ദൈവത്തിന് മാത്രമേ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട്, എങ്ങനെയും ബ്രദറിനെ ഒന്ന് സന്തോഷിപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കാവുന്നൊരു ചിന്തയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നമുക്കൊരിക്കലും കർത്താവിനെ കറക്കാൻ കഴിയത്തില്ല. നമ്മുടെ വോളിയത്തിലല്ല കാര്യം, നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരും. അത് തീർച്ചയായിട്ടും വരും. നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചാൽ തന്നെ കർത്താവുമായിട്ടൊരു ഇതിലോട്ട് വരും. ഞാനൊരു വാക്ക് പറയാം, ഒരു സ്പാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് കത്തിക്കേറിക്കോളും. അത് ഏത് സമയത്തുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവ് ഇടപെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അതല്ല പറയാൻ വന്നത്, ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പലവട്ടം അത് ഓർപ്പിക്കും, വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. മറക്കരുത്, സുലഭമായി കിട്ടുന്ന പലതും ലോകത്തിൽ, നമ്മുടെ വീട്ടിലെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, സുലഭമായി കിട്ടുന്ന പലതും ലോകത്തിൽ ഇനി സ്റ്റോപ്പ് ആകാൻ പോകുന്നു. അങ്ങനെ ഒരു വാണിംഗ് ശ്രദ്ധിച്ചോണം, ഓർത്തു വെച്ചോണം. പലതും കിട്ടാതെ വരുമ്പോൾ പതറിപ്പോകരുത്. വിശ്വാസത്താൽ ജീവിക്കുന്നവൻ്റെ വീട്ടിൽ നന്മ വരും. കെരീരതോട്ടിൽ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പം ദൈവത്തെ വിളിക്കുന്ന ഏലിയാവിന് വേണ്ടി ദൈവം അന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഹോട്ടൽ തുറന്നില്ല, പകരം കാക്കയെ അയച്ച് ദൈവം പോറ്റി. ഒന്നും കുഴപ്പമില്ല, അദ്ദേഹത്തിന് വയറ് നിറയുവാറ് കാക്ക വന്നുകൊണ്ടേയിരുന്നു. ദേശത്ത് ക്ഷാമമാണെന്ന് ഓർത്തോണം, പക്ഷെ ദൈവത്തെ വിളിക്കുന്നതിന് ഒരു കുറവുമില്ല. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. തിരുവചനങ്ങളെ കേട്ട് നമുക്കിന്ന് ബലപ്പെടാം. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്? ഇന്ന് പ്രവർത്തിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, എത്ര പേര് മരുന്ന് കഴിച്ചു? ആരും ഓർത്തില്ല, എല്ലാവരും മറന്നു. ആമേൻ. എനിക്കൊന്ന് ഓർപ്പിക്കുന്ന ആൾക്കാരൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. ഓർപ്പിക്കുന്ന ആൾക്കാരൊന്നും കയറിയെന്ന് തോന്നുന്നു. സ്വതന്ത്രം. എന്നാൽ സോറി സിസ്റ്റർ, ഞാൻ കേൾക്കാഞ്ഞിട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. അത് ഓർപ്പിച്ചായിരുന്നു ബിന്ദു സിസ്റ്റർ, ഞാനത് കേൾക്കാഞ്ഞിട്ടായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നടക്കും. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളോട് തന്നെ പറയണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ അത്ഭുതം കാണും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം. ഞാൻ വീണ്ടും പറയുന്നു, സുലഭമായിരിക്കുന്ന പല കാര്യങ്ങളും ലോകത്തിൽ നഷ്ടപ്പെട്ടേക്കാം. പ്രാർത്ഥിക്കുന്ന വിശ്വാസം ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണ്ട്, പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ ഓടിപ്പോയി മരുന്നൊക്കെ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, മരുന്ന് മേടിക്കുന്ന ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആന്റിബയോട്ടിക് കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് ആൻറ്റിബയോട്ടിക് കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. ആമേൻ. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം. രോഗത്തിൻ്റെ മേൽ, നമുക്ക് നമ്മുടെ വിഷയങ്ങളുടെ മേൽ ആദ്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ജയമെടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിശ്വാസം ആക്റ്റീവ് ആകുകയും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പതറിപ്പോകത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ദിവസങ്ങളിൽ ചെറിയ കാര്യമായിക്കോട്ടെ, നിസ്സാര കാര്യമായിക്കോട്ടെ, ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ശീലിക്കണം.
എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ശീലിക്കണം. അപ്പം നമ്മുടെ വിശ്വാസം വലിയ കാര്യങ്ങളിലേക്ക് സ്പ്രെഡ് ആകുവാൻ സാധ്യത വരും. നമുക്ക് ഇന്ന് നമ്മളൊരു ചെറിയ വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയാം, തലവേദന വരുമ്പോൾ നമ്മൾ നോർമൽ ഒരു വിക്സ് തൂക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പാരസിറ്റമോൾ കഴിക്കും, അങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്ന. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിക്സും പാരസിറ്റമോളും കിട്ടാത്ത ഒരവസ്ഥ വന്നെന്നിരിക്കട്ടെ, എന്നാ ചെയ്യും? നമ്മളിവിടെ നിന്ന് വെപ്രാളപ്പെടും, എവിടെ കിട്ടും എവിടെ കിട്ടും. ഇന്നു മുതലൊന്ന് ഞാൻ പറഞ്ഞത് കഴിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്നു മുതൽ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നു മുതൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ വലിയ വിഷയങ്ങൾ വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ സൊല്യൂഷൻ എന്തായിരിക്കും? പ്രാർത്ഥനയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ബലപ്പെടുവാൻ കഴിയും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വാണിംഗ് മറക്കരുത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതാണ്. സുലഭമായിരിക്കുന്ന പലതും ദുർലഭമായി പോകും. ഞാൻ പറഞ്ഞ വാക്ക് ശരിയല്ല അല്ലേ? ദുർലഭം എന്ന് പറഞ്ഞാൽ കിട്ടാത്ത അവസ്ഥ എന്നല്ല എൻ്റെ അർത്ഥം. വാക്ക് കറക്റ്റ് അല്ലേ? അതെ. ദുർലഭമായി ലോകത്തിൽ വരാൻ പോവാ. വീണ്ടും ഞാൻ പറയുന്നു, ദുർലഭമാകാൻ പോവാണ്. അപ്പം ഇന്ന് വിശ്വാസി ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, പ്രാക്ടീസ് എന്നുള്ള വാക്ക് തെറ്റാണ്, എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം. ചെറിയ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അയ്യോ ബ്രദർ അതൊക്കെ എങ്ങനെ? ചിലരോട് പറയാറുണ്ട്, ബ്രദറെ പാരസിറ്റമോളിൽ തീരേണ്ടത് പാരസിറ്റമോളിൽ തീരും. ചിലരെങ്കിലും പറയാനോട് പറയാറുണ്ട്, ബ്രദറെ പാരസിറ്റമോൾ കഴിച്ച് മാറുന്ന കാര്യം പാരസിറ്റമോൾ കഴിച്ച് ചെയ്യണം. അതൊന്ന് ദൈവത്തെ എപ്പോഴും വിളിക്കാൻ പോകരുത്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഒരു മുടക്കവും ഇല്ലല്ലോ. എന്തായാലും പാരസിറ്റമോൾ വീട്ടിലുണ്ട്, നിങ്ങൾക്ക് നാവുണ്ട്, പ്രാർത്ഥിക്കുവാൻ അറിയാം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ അറിയാം, എല്ലാം അവിടെ ഉണ്ടല്ലോ. ഒന്ന് നോക്ക്. വർക്കൗട്ട് ആകാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കർത്താവ് ഇത് കൊള്ളാലോ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അല്പത്തിൽ വിശ്വസനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കാം. വലിയ വലിയ വിഷയം വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ശീലിക്കുമ്പോൾ മിറക്കിൾസ് കാണുമ്പോൾ, മിറക്കിൾസ് എപ്പോഴും നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തും. വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അത്ഭുതങ്ങൾ നമ്മളെപ്പോഴും ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് വചനത്തിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നീ മറക്കരുത്, ഓർക്കണമെന്ന് പറയുക നമ്മളെ. എന്തിനാ ഓർക്കുന്നറിയാവോ? നമ്മളിൽ വീണ്ടും ബലം കൊണ്ടുവരുന്നതാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. അതുകൊണ്ട് എത്ര പേര് തയ്യാറാണ് ബ്രദറെ, ഞാൻ ഇനി എല്ലാ വിഷയത്തിൻ്റെ മേൽ വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം? എത്ര പേര് അത് തയ്യാറ്? ഒരു നാണക്കേടും വേണ്ട. നിസ്സാര കാര്യമായിരിക്കാം, ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ ഇന്ന് മുതലൊന്ന് ശീലിച്ചേ. ചെറിയൊരു കൈക്കൊരു തരിപ്പ് പോലെ വന്നു, സാധാരണ ഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് പോട്ടെ, ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൈവച്ച് തുടങ്ങിക്കേ. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് മാറുന്നത് വരെ പ്രാർത്ഥിക്കേ. അത് മാറിയാലുള്ള ഗുണം എന്നറിയാവോ? നാളെ ആ തരിപ്പ് മാറി ഒരു വേദന വന്നാലും നിങ്ങൾ ചാടിക്കയറി പ്രാർത്ഥിക്കും. നാളെ ആ വേദന മാറുമ്പം മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരു പ്രശ്നം വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? പിന്നെയും പ്രാർത്ഥിക്കും, പിന്നെയും വിശ്വസിക്കും. അപ്പം ചെറിയ കാര്യങ്ങളിൽ നാം ആരംഭിക്കുന്നതിനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങൾ വചനം മുഴുവൻ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്നിട്ട് ആദ്യം കർത്താവ് ദൈവപ്രവൃത്തികളെ അവർക്ക് കാണിച്ചു കൊടുത്തു. രണ്ടാമത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. കർത്താവിന് എന്തുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവിന് ചെയ്താൽ പോലെ? എന്തിനാണ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത്? കർത്താവ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവർ പലപ്പോഴും പിറുപിറുത്തു, അവിശ്വസിച്ചു, പക്ഷെ കർത്താവ് വിട്ടുകൊടുത്തില്ല. അവരെ കൊണ്ട് തന്നെ കർത്താവ് അത് ചെയ്യിപ്പിച്ചു. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച ഭൂതം പുറത്തും, പക്ഷെ പത്രോസ് ലീഹായെ നീ കൈവെക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റും അപ്പോസ്തലന്മാരിലൂടെ അന്നും നടന്നു ദൈവപ്രവർത്തികൾ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എനിക്ക് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചെറിയ അത്ഭുതമെന്നോ വലിയ അത്ഭുതമൊന്നുമില്ല, അത്ഭുതം എല്ലാം ഒന്നാണ്. കാര്യം ആ അത്ഭുതത്തിന് ഉപയോഗിക്കുന്നത് ഒരേ വിശ്വാസമാണ്, ഒരേ ഫെയ്ത്താണ് റിലീസാകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോവാം. പെട്ടെന്ന് ഞാൻ വചനങ്ങളെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന വൻ കൃപകൾക്ക് നന്ദി. ഇന്ന് എൻ്റെ ഉള്ളിൽ രാവിലെ ചിന്തിച്ച ഒരു വാക്യമാണ്, പഴയ നിയമത്തിലൊരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ, 1-2 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കർത്താവ് രാവിലെ തന്ന ചില കാര്യങ്ങൾ. പ്രവാചകനായ ഏലിയാവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവ് യഹോവയുടെ അരുളിപ്പാടുണ്ടായത്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. 3 ആണ്ടെന്ന് പറഞ്ഞാൽ 3 വർഷമായിട്ട് ദേശത്ത് മഴയില്ല.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്. ഇന്ന് മുതൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ചെറിയൊരു വിഷയം വരുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം. എക്സസൈസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ഓർപ്പിക്കണം. ഇത് തന്നെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ഇത് തന്നെ ഓർപ്പിക്കണം. എക്സസൈസ് ചെയ്തിട്ടുണ്ടോ, വ്യായാമം ചെയ്തിട്ടുണ്ടോ എന്ന് വേണേൽ ചോദിക്കാം. ഇതേപോലെ നിങ്ങൾ ഇന്ന് മുതൽ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര മിടുക്കാം. എനിക്ക് ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ആദ്യ സമയത്ത് എനിക്ക് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ഭയങ്കര ഒരു ചമ്മലായിരുന്നു. മനസ്സിലായിട്ട് വേട്ടയാടുന്നൊരു സംഭവമായിരുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ നാണക്കേടല്ലേ. ഇങ്ങനെ കുറേ സംഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏത് രോഗിയെ കണ്ടാലും ചാടിക്ക് കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇദ്ദേഹം പറയും, ബ്രദർ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പോയി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി, ചിലപ്പോൾ 10 വീട്ടിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ ഒരു ബോൾനെസ് ഉണ്ടാകും. നാളെ ഒരു 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ബലം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ശരീരമാണ്. നമ്മൾക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ, ചിലർ എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടല്ലേ, ചെറുതും വലുതുമായ എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. പ്രാർത്ഥിക്കുക എന്നല്ല, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ഇത് മാറിപ്പോവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ചെറിയ വേദനയായിക്കോട്ടെ. ബ്രദറെ, അതൊരു മുള്ളു കൊണ്ട് മുറിഞ്ഞൊരു വേദന, അത് കുഴപ്പമൊന്നുമില്ല, അത് ഇച്ചിരി ബാൻഡേജ് അങ്ങ് ഒട്ടിച്ചാൽ പോകും. സാരമില്ല, ബാൻഡേജ് ഒട്ടിച്ചോന്നേ, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എന്നാലും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന, വേദനയോട് ഞാൻ കൽപ്പിക്കുന്നു, പുറത്തു പോട്ടെ, സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൈവച്ച് അതിനെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കി. ആ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ പല മരുന്നുകളും ഇല്ലാതെ, ഞാൻ വീണ്ടും പറയുന്നു, മെഡിക്കൽ സയൻസിനോ മരുന്നിനോ ഞാൻ കുറ്റം പറയില്ല, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ അങ്ങനെ ഒരു വാണിംഗ് പറയാം, എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നുകൊണ്ടാണ്. നമുക്കറിയാം, ഓക്സിജൻ സിലിണ്ടർ പോലും കെട്ടിപ്പിടിച്ചുകൊണ്ട് കോവിഡ് സമയത്ത് ആൾക്കാർ നടക്കുന്നൊരു കാഴ്ച നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടത് അല്ലേ. ഓക്സിജൻ്റെ ഒക്കെ വില നമ്മൾ മനസ്സിലാക്കിയത് കോവിഡ് വന്നപ്പോൾ, ആളുകൾ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വരെ സുലഭമായിരുന്നു, ഓക്സിജന് പോലും പിന്നെ വിലയായി. നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യം പറഞ്ഞ പണ്ടൊരു ബ്രദർ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ അമ്മ കേരളത്തിലൊരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെലവ് താങ്ങാൻ കഴിയാതെ 3 ലക്ഷം കഴിഞ്ഞു. ഒരു ദിവസത്തെ 3 ലക്ഷമാണ് അമ്മയ്ക്ക് വേണ്ടി ചിലവ്. അവരോട് പറഞ്ഞു, ബ്രദർ, ഇനി എനിക്കൊരു കപ്പാസിറ്റി ഇല്ല, ഒന്നെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പൈസ വേണം, അല്ലെങ്കിൽ അമ്മ സൗഖ്യം. ഞാൻ പറഞ്ഞു, പൈസ തന്നാലും നാളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നാളത്തേക്കും പൈസ വേണം. അതിൽ നല്ലത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഒരു അത്ഭുതം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. പിറ്റേ ദിവസം തന്നെ അമ്മയുടെ ആ ശ്വാസമുട്ടലും മാറി. കോവിഡിൻ്റെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അമ്മ. പിറ്റേ ദിവസം തന്നെ അമ്മ അവിടെ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ കൃപയാൽ സാക്ഷിയായി. അപ്പം നമ്മുടെ അന്ന് വരെ നമുക്ക് എല്ലാം ലഭ്യമായിരുന്ന, സുലഭമായിരുന്ന പലതും നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇനി ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം വരുമ്പോൾ ഇന്ന് നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ, ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്കിപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ആദ്യം നടക്കുമ്പോൾ നമുക്ക് ചിലപ്പം 10 കിലോമീറ്റർ ഒന്നും പോകാൻ പറ്റത്തില്ല അല്ലേ. കഷ്ടിച്ച് 1 കിലോമീറ്റർ പോകുമ്പോൾ നമ്മൾ മടുക്കും. പക്ഷെ എല്ലാ ദിവസവും അത് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 1, 2, 3, 4, 10ലേക്ക് എത്താൻ പറ്റും. ഇന്ന് മുതൽ ഒന്ന് എക്സസൈസ് ചെയ്ത്, വലിയൊരു വിഷയം വന്നിട്ട് ബ്രദറെ ഞാൻ വിശ്വാസം പഠിക്കാനിരിക്കുക എന്ന് പറയാതെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ തീരുമാനിച്ചോണം. ഇന്നു മുതൽ നമ്മൾ അതിൻ്റെ മേൽ ജയമെടുക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ പറ്റിയ നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് പരസ്പരം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് ചെയ്യും. അപ്പം 3 വർഷമായിട്ട് മഴയില്ലാത്ത ദേശത്ത് ദൈവം അടച്ചതാണ്. 3-ാം വർഷം ദൈവം സംസാരിക്കുകയാണ്. ഏലിയാവിനോട് അരുളിപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് ആഹാബിനോട് പറയേണ്ടതെന്നാൽ, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ പോകുന്നു. ശ്രദ്ധിച്ചോണം. ഇവിടെ നമുക്ക് 3-4 കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, നമ്മളത് ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ വചനത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. 3 വർഷമായിട്ട് അവിടെ മഴയില്ല. നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ബാൽ എന്ന് പറയുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ദൈവം എന്ന് പറയാൻ അവരുടെ ദൈവം, അവർ ദേവനായി ആഘോഷിക്കുന്ന ഒരു ദൈവം, മഴ തരുന്ന, കൃഷിയെ അനുഗ്രഹിക്കുന്ന, അവർ പറയുന്ന ദൈവമൊന്നുമല്ല, ഞങ്ങളുടെ ദൈവമായ ബാലാണ് ഇതെല്ലാം തരുന്നത്. കർത്താവ് അവർക്ക് എന്ത് കിട്ടിയാലും അവർ പറയും യഹോവയൊന്നും അല്ല ചെയ്യുന്നത്, ബാലാണ് ചെയ്യുന്നത്.
ദൈവം ആകാശത്തെ അടച്ചു. നമുക്കറിയാം 3 വർഷം മഴയില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ചൂട് കൂടി മഴയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു അല്ലേ? 3 വർഷം മഴയില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. ദേശത്തിൽ ക്ഷാമമുണ്ടായി, തോടുകൾ വറ്റി, വെള്ളം വരളാൻ തുടങ്ങി, ദേശം വരണ്ടു, പട്ടിണി ഉണ്ടായി, ഭക്ഷണമില്ല, ദേശം മൊത്തവും ക്ഷാമത്തിലോട്ട് പോയി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി, അവർ വിളിച്ചുകൊണ്ടിരുന്ന ഒന്നിനും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ദൈവം പറയാൻ പോവാണ്. അത് ദൈവം വെറുതെ പറയുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണമെങ്കിൽ ആകാശത്ത് വന്നിട്ട് വലിയ ഒച്ചത്തിൽ പറയാൻ പറ്റും, ഞാൻ ദൈവമാണ്, ഇന്ന് ഞാൻ മഴ പെയ്യിക്കാൻ പോവാണ്. ദൈവം പറഞ്ഞ മനുഷ്യൻ ഞെട്ടി ഓടും. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. അതിൻ്റെ പേരാണ് ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ. ആ പ്രവാചകനോട് പറയുകയാണ്, നീ പോയിട്ട് എന്ത് ചെയ്യണം? നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നോക്കിക്കേ. എൻ്റെ കൂടെ പറഞ്ഞു കേട്ടെ, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്ന് പറ. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ വചനം മുഴുവൻ ശ്രദ്ധിച്ചാൽ മതി. ദൈവം ഇങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുവല്ല. ദൈവം ഒരിക്കലും നമ്മളെ ആശ്രയിക്കുവല്ല. ദൈവത്തിന് ഇഷ്ടമാണ് നിങ്ങളെ ഉപയോഗിക്കുവാൻ. കർത്താവിന് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആകാശത്ത് വന്ന് ഇടിമുഴക്കം പോലെ ഞാൻ ഇന്ന് മഴ പെയ്യിക്കാൻ പോകുന്നു, ഞാനാണ് യഹോവ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും. പക്ഷേ ദൈവം പറയും, ഏലിയാവേ നീ ചെന്നിട്ട് നിന്നെ തന്നെ കാണിച്ചിട്ട് നീ പറയണം. ശ്രദ്ധിച്ച്, നീ പറയണം. ഒന്നാമത് ദൈവത്തിന് ഇഷ്ടം ഞാൻ പറയുന്നത് ഇഷ്ടമാണ്. ദൈവത്തെ പറ്റി ഞാൻ പറയുന്നത്, എൻ്റെ ദൈവം ആരാന്ന് പറയുന്നത്, എൻ്റെ ദൈവത്തെ ഉയർത്തുന്നത്, ദൈവത്തിന് ഞാൻ പറയുന്നത് ഇഷ്ടമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിന് ഞാൻ പറയുന്നത് ഇഷ്ടമാണെന്ന് പറ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഒരു വിശ്വാസിയാന്ന് പറയുന്നതും ഞാൻ എൻ്റെ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന ആളാന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 10 പേരോട് പറയുന്നതിൽ നാണക്കേട് വിചാരിക്കരുത്. ദൈവം അങ്ങനെ പറയുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോണം, ദൈവത്തിന് ഇഷ്ടം. നിങ്ങൾ പലപ്പോഴും ചിലർ പറയും, എൻ്റെ ബ്രദറെ ദൈവം ആരെന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്ന് തെളിയിക്കണം, അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആദ്യം വാ തുറന്ന് പറയണം, ഞാൻ എൻ്റെ കർത്താവിനെ വിളിക്കുന്ന ആളാന്ന്. അല്ലാതെ ദൈവം പറയും, ഇപ്പോഴെനിക്ക് മനസ്സിലായത് നീ ദൈവത്തിൻ്റെ ഭക്തയാ അല്ലേ. എപ്പോഴാണ് മനസ്സിലായത്? ദൈവം നേരിട്ട് ഇറങ്ങി വന്നു അവരോട് പറഞ്ഞു, ഇതെൻ്റെ മകളാകട്ടോ, ഇതെൻ്റെ മകനാകട്ടോ, ഇവൾ എന്നിൽ വിശ്വസിക്കുന്ന ആളാകട്ടോ. അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാൻ നിന്നാൽ ഒന്നും കാണാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ ഒന്ന് ഇനിഷ്യേറ്റ് എടുത്ത് പറയണം, ഞാൻ കർത്താവിനെ വിളിക്കുന്ന ആളാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ പറയുമായിരിക്കും, നീ ഒറ്റയ്ക്കായല്ലോ, പേടിക്കണ്ട, എൻ്റെ കൂടെ യേശു ഉണ്ടെന്ന് പറയണം. അപ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. പിന്നെ ഇത്രയും വലിയ വിഷയം ഇരിക്കുമ്പോഴാണ് അങ്ങനെ പറയുമ്പോൾ എന്നാ ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഏലിയാവിനെ അയക്കുവാണ്, ആഹാബിൻ്റെ അടുക്ക പോയിട്ട് നീ പറയണം, ഭൂലോകത്തിൽ മഴ പെയ്യുവാൻ പോകുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ഏലിയാവ് ആഹാബിനെ തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ്. നമുക്ക് വേണ്ട ചില വാക്യങ്ങൾ, എല്ലാ വാക്യവും വേണം, പക്ഷെ അത് മുഴുവൻ എടുക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കുറേ വാക്യങ്ങൾ ഇടവിട്ട് അങ്ങ് പോവാണ്. ഇവിടെ അടുത്ത വാക്യത്തിൽ അപ്പോൾ ഒന്നാമത് കേട്ടോണം, ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ പറയുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിൽ രാവിലെ ഈ വചനം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പം പെട്ടെന്ന് ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നത് കർത്താവ്. എനിക്കത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പിന്നീട് അത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് അത് ക്ലിയറായി വന്നത്. അപ്പോൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഏലിയാവ് പോയിട്ട് ആഹാബിൻ്റെ മുമ്പിൽ പറയാൻ നിൽക്കുവാണ്. എന്താണ് പറയാൻ നിൽക്കുന്നത്? 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 15-ാമത്തെ വാക്യത്തിൽ പറയും, അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണേ, ഞാൻ ഇന്ന് അവന് തന്നെത്താൻ കാണിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയാവ് പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു മടിയും കാണിക്കേണ്ട. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ എൻ്റെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്നും ദൈവം എന്നെ സാക്ഷിയാക്കുമെന്നും പറയുവാൻ ഒരു നാണക്കേടും. ചിലർ പറയുന്നുണ്ട്, ഇന്നാണ് ഞാൻ പണ്ട് സഹോദരൻ പറഞ്ഞില്ല, അയ്യോ സഭക്കാർ ഭയങ്കര വിലക്ക. ആയിക്കോട്ടെ, ദൈവമാണ് നിർത്തുന്ന ഒരു ഉറപ്പുണ്ടായാൽ മതി. ദൈവമാണോ നിർത്തുന്നത് അതോ മനുഷ്യനാണോ നിർത്തുന്നത് എപ്പോഴും നമ്മൾ നോക്കണം. കർത്താവാണ് നിങ്ങൾ നിർത്തുന്നതെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കണ്ട. ഇവിടെ ഏലിയാവിനോട് ഞാൻ പറഞ്ഞല്ലേ, പുതിയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു പറയണം, യു ഗോ ഇൻ ടു ദ വേൾഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ടു ഓൾ ക്രിയേഷൻ. നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും പോയി നിൽക്കാനല്ല പറയണം, നിങ്ങൾ പറയണം യേശു ഉണ്ടെന്നും യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെന്നും യേശു ഉയർത്തെന്നും നിങ്ങൾ പറയണം.
അപ്പൊ കർത്താവോട് ചോദിച്ചു, കർത്താവെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അവര് അങ്ങനെയാ ഇങ്ങനെയാ. കർത്താവിന് ഇഷ്ടം നിങ്ങൾ പറയുന്നതാ. കർത്താവിന് വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ബൈബിളിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അങ്ങനെ ദൈവം എത്രയോ പേരെ സന്ദർശിച്ചിട്ടുണ്ട്. ദൈവം ഒത്തിരി പേരെ അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിന് ഇഷ്ടം ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ ലോകം വിറയ്ക്കും. ദൈവം എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരുത്തിനും. പക്ഷെ ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ പറയാൻ. ഒന്നാമത് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? പറയണം. 2, ഏലിയാവ് തീരുമാനിച്ചു, ഞാൻ സേവിക്കുന്ന ദൈവം യഹോവയാണേ, ഇന്ന് ഞാൻ അവനെ എന്നെ തന്നെ കാണിച്ചു കൊടുക്കും. അപ്പം നമ്മൾ കോൺഫിഡൻസോടെ പറയണം, കർത്താവ് എനിക്കുണ്ട്. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ, എന്ത് പറഞ്ഞാലും ദൈവം കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ ഉയർത്തണം. ആമേൻ. ഇനി അടുത്ത വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ദൈവം അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാൻ പോവാണ്. ഞാൻ നിങ്ങൾ ഈ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുന്നത് കഴിയുമ്പോൾ ഞാൻ ഒത്തിരി വാക്യങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. കുറേ വാക്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പോവുകയാണ്. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് ദൈവത്തിനൊരു യാഗപീഠം പണിയാൻ വേണ്ടി പോവുക. ഇവിടെ ശ്രദ്ധിച്ചോണം, യാഗപീഠം പണിയാൻ വേണ്ടി പോവാണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവൻ്റെ അടുക്കൽ വരുവൻ സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കിലേക്ക് വന്നു. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരും എന്ന് യഹോവയുടെ അരുളിപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്കൊത്തോണം 12 കല്ല് എടുത്തു വെച്ചു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ മേൽ ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. നിങ്ങൾ ഒരു യാഗപീഠമാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്നും കാണാൻ കഴിയത്തില്ല. പഴയ നിയമത്തിലെ യാഗപീഠത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോണില്ല. ഇന്ന് ദൈവം മഴ പെയ്യിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ദൈവം ചുമ്മാ മഴ പെയ്യിക്കുമല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് മഴ തരുന്ന, കൃഷി തരുന്ന, അധ്വാനിക്കാൻ ശക്തി തരുന്നത് യഹോവയൊന്നുമല്ല, ബാലെന്ന് പറയുന്ന ഒരു ദേവനാ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം അവരെന്ത് ചെയ്തു? അടക്കി വാഴുന്ന സമയത്ത് ആലയങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു, യാഗപീഠമൊക്കെ തകർന്നു പോയി. ദൈവം പറഞ്ഞു, ഞാൻ തെളിയിക്കാൻ പോവാം. ദൈവം ഇറങ്ങി വരുന്നില്ല, പകരം ഏലിയാവിനെ അയക്കുക. ശ്രദ്ധിച്ചോണം, ദൈവത്തിന് മറ്റൊരു പ്രവൃത്തിയുണ്ട്, എന്നിലൂടെ പ്രവർത്തിക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്നിലൂടെ പ്രവർത്തിക്കാനാണ്. ദൈവത്തിന്റെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, കർത്താവെ അങ്ങ് പ്രവർത്തിക്കണം, അല്ലെ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവം പറയുന്നു, ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കും. യേശു പറഞ്ഞ വാക്കുണ്ട്, പിതാവ് പുത്രനെ അയച്ചു, പുത്രൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഞാൻ മുഖാന്തരം ജീവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാം. പക്ഷെ കർത്താവിന് ആഗ്രഹം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കൈവച്ച്, ഞാൻ കൈവച്ചാലേ സൗഖ്യമാക്കത്തുള്ളൂ. കർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മാറ്റി നിൽക്കുന്നത്? ഇവിടെ ഏലിയാവ് ആദ്യം ചെയ്തത്, താൻ എന്ത് ചെയ്തു? താൻ ചെയ്തത് ഇടിഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ യാഗപീഠം നന്നാക്കി. എന്നിട്ട് സകലരെയും വിളിച്ചു കൂട്ടി. ഒരു കാര്യം ഓർത്തോണം, 3 വർഷമായിട്ട് മഴയില്ല, ദേശത്ത് ക്ഷാമമാണ്. ആൾക്കാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ബാലാണ് മഴ തരുന്നത്. ഏലിയാവ് തിരിച്ചു പറയുകയാണ്, അല്ല, ദൈവമാണ് സത്യം, ഞാൻ വിളിക്കുന്ന സേവിക്കുന്ന യഹോവയാണ് സത്യം, ആ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുക മാത്രമല്ല, അവരെല്ലാം വിളിച്ചുകൂട്ടി. ശ്രദ്ധിച്ചോണം, വിളിച്ചുകൂട്ടി ഒരാലയത്തെ, ഒരു യാഗപീഠം അവിടെ നന്നാക്കി. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന അവിടെ യാഗപീഠത്തിൻ്റെ 12 ഗോത്രങ്ങൾക്ക് സമാനമായിട്ടുള്ളതെല്ലാം അവിടെ വെച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യാഗത്തെ പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കാം. അവിടെ കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിത്, യാഗപീഠത്തിന് ചുറ്റിൽ സെയാ വിത്ത് വിതപ്പാൻ മതിയായ ഒരു വിസ്താരത്തോടുണ്ടാക്കി. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ കണ്ണമായി വിറകിന്മേൽ വെച്ചു, 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു, ഹോമയാഗത്തിൽ വിറകിന്മേൽ ഒഴിച്ചു. ഞാൻ യാഗങ്ങളെപ്പറ്റി നിങ്ങൾ പോകണ്ട, അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഈ സമയം പോരാ. നിങ്ങൾ വായിച്ചാൽ മതി ബൈബിളിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യാഗം കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന യാഗമൃഗത്തെയും 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിലും വിറകിൻ്റെ മേൽ ഒഴിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നനഞ്ഞ വിറക് കത്തുവോ? നിങ്ങളുടെ നാട്ടിൽ നമ്മൾ ആരെങ്കിലും മഴയത്ത് കിടക്കുന്ന വിറകെടുത്തുകൊണ്ട് അടുപ്പി വെക്കുവോ? ഇല്ല. അങ്ങനെ അടുപ്പി വെച്ചാൽ നമ്മളെ പറ്റി ആൾക്കാർ എന്നാ പറയും? വിവരമില്ല പറയും.
നമുക്ക് വിവരമില്ല എന്ന് പറയും അല്ലേ. കാരണം നമ്മൾ ഒരിക്കലും നനഞ്ഞ വിറക്, നിങ്ങൾ കഴിവെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ വീട്ടിൽ TV ഒന്ന് ഓഫ് ചെയ്ത് വെക്കുവാണ്, അല്ലെങ്കിൽ TV വെക്കുന്ന മുറിയിൽ നിന്ന് മാറി നിൽക്കുവാണ്, സൂം പ്രെയറിൽ പങ്കുചേരുന്നവർ വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ TV കണ്ടോ, അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ TV കണ്ടോ, അല്ലെങ്കിൽ TV ഓഫ് ചെയ്യുക, കഴിവെങ്കിൽ ആ TV ഉള്ള മുറിയിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിവതും മ്യൂട്ട് മാറ്റാതിരിക്കുക. ഞാൻ പറയും കുഴപ്പമില്ല, മ്യൂട്ട് മാറ്റില്ല, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണം. രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്തു. അവൻ പറഞ്ഞത് മൂന്നാം പ്രാവശ്യം, അതായത് യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന യാഗമൃഗത്തിൻ്റെ മേൽ, വിറകിൻ്റെ മേൽ 3 പ്രാവശ്യം വെള്ളമൊഴിച്ചു. ശ്രദ്ധിച്ചോണം, രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. രണ്ടാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം മൂന്നാം പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ മൂന്നാം പ്രാവശ്യം അങ്ങനെ ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഒന്ന് ആലോചിച്ചോണം. തീ കത്തണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നാ വേണം? ഉണക്കവിറക് വേണം. നല്ലപോലെ വെയിലത്തിട്ട് ഉണങ്ങിയ, കത്താൻ സാധ്യതയുള്ള ഉണക്കവിറക് കൊണ്ടേ മാത്രമേ വേഗത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, വേഗത്തിൽ നല്ല കത്തത്തുള്ളൂ. ഇവിടെ ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാവോ? യാഗപീഠത്തിൻ്റെ മേൽ കൊണ്ടുവച്ച യാഗമൃഗത്തിൻ്റെ മേലും വിറകിൻ്റെ മേലും 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് 3 പ്രാവശ്യം ഒഴിച്ചു. അതായത് ഈ ഒരു പെട്രോൾ ഒഴിച്ചാൽ പോലും കത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ കാലഘട്ടത്തിൽ പെട്രോളും ഇല്ല, തീപ്പെട്ടിയും ഇല്ല. 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച വിറക് പിന്നെ കത്തുവോ ഇല്ലേ? നിങ്ങൾ പറ. കത്തില്ല. ഇവിടെ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണ് നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു സാധ്യതയും നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലും, എല്ലാ സാധ്യതയും അണഞ്ഞു പോയാലും നമ്മുടെ അകത്തൊരു ബലം, നമുക്കൊരു ധൈര്യം എന്നാന്ന് വെച്ചാൽ, ദൈവം പറഞ്ഞതിനെ അവൻ സാഹചര്യങ്ങൾ നോക്കാതെ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ഏലിയാവ് 3 വട്ടം അതിൻ്റെ മേലേക്ക് വെള്ളം ഒഴിച്ചു. ഇനി ഓർത്തോണം, വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി കിടക്കുക. അവൻ തോട്ടിൽ വെള്ളം നിറച്ചു. അപ്പം അതിന് ചുറ്റിനും വെള്ളമുണ്ട്, നനഞ്ഞിരിക്കുന്നു. അപ്പം കത്തണമെങ്കിൽ ഒരു സാധ്യതയില്ല. അപ്പം അത്രത്തോളം സംഭവം മുഴുവൻ പ്രതികൂലമെന്ന് ഓർത്തോണം. ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നു, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാവ് പ്രവാചകന്റെ അടുക്കൽ ചെന്ന്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് വെളിപ്പെട്ടു വരട്ടെ. ഒരു ഭക്തന്റെ പ്രാർത്ഥന, ഒരു ഭക്തന്റെ മനോഭാവം ഇതായിരിക്കണം. എൻ്റെ കർത്താവ്, ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം എന്നെ കർത്താവിൻ്റെ മകനെന്നും മകളെന്നും വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. ഏലിയാവ് അവിടെ പോയിട്ട് പറയല്ലോ, കർത്താവേ, ഈ നാട്ടുകാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നത്, ഇനി തീ ഇറങ്ങിയില്ലെങ്കിൽ ഇവരെന്നെ തല്ലിക്കൊല്ലും നല്ല പറഞ്ഞേക്കും. നമ്മൾ പലപ്പോഴും കർത്താവേ, അത്ഭുതം നടന്നില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അത്ഭുതം നടക്കും. ഇവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഭോജനയാഗം കഴിക്കുന്ന നേരപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെയും, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്തിനാണ് ഈ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ഒക്കെ ദൈവം എന്ന് പറയാൻ കാര്യം എന്നറിയാവോ? അവരെ നടത്തിയ ദൈവം എന്ന് എടുത്തു കാണിക്കുക. അബ്രഹാമിൻ ദൈവം, നമ്മൾ പാടത്തില്ലേ, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെ കൂടെ നമ്മൾ പാട്ട് പാടത്തില്ലേ, ദൈവമായ യഹോവ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് വെളിപ്പെട്ടു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ കർത്താവിനെ കണ്ട് ഇറങ്ങി തിരിച്ചതാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഏലിയ പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് ഞാൻ നിന്റെ കൽപ്പന പ്രകാരം എന്ന് അറിയണം. നമ്മൾ ഒളിച്ചും പാത്തും ഒന്നും ചെയ്യണ്ട. അയ്യോ ഞാൻ പ്രാർത്ഥനക്കാരൻ, ആരും ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകും, ആരും കാണാതൊക്കെ, ആരെങ്കിലും കണ്ടാൽ എന്നെ വിചാരിക്കും. അതല്ല ഇവിടെ കാണിച്ചേക്കുന്നത്. ഏലിയാവ് വലിയ കോൺഫിഡൻസോടെ പറയും, ഞാൻ ദൈവത്തെ വിളിക്കുന്നവനാ. മനസ്സിലായോ? ഞാൻ ദൈവത്തെ വിളിക്കുന്നവനാ, നിന്റെ കൽപ്പന പ്രകാരം ഞാനിത് വെളിപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ധൈര്യത്തോടെ നിന്നോണം. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ബിലീവറാണ്. അയ്യോ നീ ഒരു പ്രാർത്ഥനക്കാരനാണോ? കളിയാക്കിക്കോട്ടെ. അയ്യോ അവിടെ വന്നില്ലേ, ചിലർ പറയാറുണ്ട്, ഇവിടെ കുഴിച്ചിടത്തില്ല, അങ്ങോട്ട് പോകാൻ കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും. കർത്താവ് കൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തെ ചേർന്ന് നിന്ന് ദൈവത്തെ ഉയർത്ത്, നിങ്ങളെയും ദൈവം ഉയർത്തും. 37-ാം വാക്യം നമ്മൾ വായിക്കും, ഇവിടെ കാണാൻ പറ്റും. 37-ാം വാക്യത്തിൽ ആ വചനം ശ്രദ്ധിച്ചോണം. യഹോവ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. ശ്രദ്ധിച്ചോ, നീ ദൈവം തന്നെ. യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയണം, എനിക്ക് ഉത്തരം വരണം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച്, നീ ഈ ജനം അറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരം അരുളണമേ
എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തന് ഒരു കോൺഫിഡൻസ് ഇതാണ്, എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരും എന്നവൻ സ്വന്തമായിട്ട് പറഞ്ഞു. അപ്പൊ ചിന്തിക്കും ബ്രദറെ, അത് ഏലിയാവ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതല്ലേ, അപേക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നെങ്കിൽ യാഗപീഠത്തിന്റെ മേൽ, യാഗമൃഗത്തിന്റെ മേൽ 3 വട്ടം വെള്ളം ഒഴിക്കുമോ? തീ ഇറങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മനസ്സിലാകുന്ന ഉത്തരം നിന്റെ കൂടെ പറ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് പറ. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ആമേൻ. അടുത്ത വാക്യം 38-ാം വാക്യത്തിൽ പറഞ്ഞാൽ, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. എന്നോർത്തോണം, നനഞ്ഞ വിറക്, നനഞ്ഞ യാഗമൃഗം, വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നു. ഇപ്പൊ എന്നാ സംഭവിച്ചെന്ന് അറിയോ? സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങി, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം ഇത് കണ്ട് കവന്നു വീണ് യഹോവ തന്നെ ദൈവം. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ തിരുത്തി പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് അവര് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? ആര് തെളിയിച്ചു ഞാൻ ദൈവത്തിന്റെ മകനാന്ന് മകളാന്ന്? ആര് പറ? ആര് തെളിയിച്ചു? ഏലിയാവ് തെളിയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കേട്ടത് തെറ്റിപ്പോയി. ഏലിയാവ് തെളിയിച്ചില്ല. ഉടനെ തീ ഇറക്കി ദൈവം. ആരിറക്കി? ദൈവം തെളിയിച്ചു. ഏലിയാവ് അവിടെ പോയിട്ട് കർത്താവ് മഴ പെയ്യിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പെരയ്ക്കകത്ത് കയറിയിരുന്നില്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടി വിളിച്ചു പറഞ്ഞു, ദൈവം മഴ പെയ്യിക്കാൻ പോവാ, ദൈവം തെളിയിക്കാൻ പോവാ, ദൈവം മഴ പെയ്യിക്കാൻ പോവാ, ദൈവം തെളിയിക്കാൻ പോവാ. അതിനുവേണ്ടി യാഗം മൃഗത്തെ ഒരുക്കി ദൈവം ഇന്ന് തീ ഇറക്കാൻ പോവാ. അതിന് മുമ്പാടി, അതിനുശേഷം മഴ പെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തീ ഇറക്കിയിട്ട് ദേശം കാണുക പറയും. ഞാൻ ആലോചിച്ചു, ദൈവത്തെ വിളിക്കുന്നവൻ ഈ 3 കാര്യം മറക്കരുത്. ഒന്ന്, ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാനല്ലാതെ തന്നെ ദൈവം ആരും ഞാൻ എന്നുള്ളതല്ല. എന്നെ ദൈവത്തിന് ആവശ്യമാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. യേശുവിനെ അറിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് പലപ്പോഴും പലയിടങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം നിങ്ങളെ കണ്ടതാ. എന്തിനാ കണ്ടെന്നറിയാവോ? ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ എനിക്ക് ആ ഭാഗ്യം കിട്ടി. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കർത്താവെ ഞാൻ ഭാഗ്യവാനാന്ന് പറ, അല്ലെങ്കിൽ ഭാഗ്യവതിയാന്ന് പറ. ആമേൻ. എന്നെ ദൈവം കണ്ടതാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഏലിയാവെ നീ ചെന്ന് പറയണം. അപ്പൊ ചോദിച്ച കർത്താവ്, അങ്ങ് ആ ആഹാബിന്റെയോ നാട്ടുകാരെല്ലാം ഒരു സ്വപ്നത്തിലൊന്ന് കാണിച്ചാൽ പോരെ, ഞാൻ ദൈവമാണ്, നാളെ മഴ പെയ്യാൻ പോവാ, ഓക്കെ സംഭവിച്ചു. അപ്പൊ എല്ലാവരും പറയും, ഞങ്ങൾ സ്വപ്നത്തിൽ ദൈവം വന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്രയും പോരെ? ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. ഇനി വേണ്ട, ദൈവത്തിൻ്റെ ദൂതന്മാരെ രാത്രി അയച്ച് എല്ലാവരുടെ വീട്ടിൽ കയറിയിട്ട് ദൈവം പറയുന്നു നാളെ മഴ പെയ്യിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ എന്തിനാ ദൈവം ഏലിയാവിനെ കണ്ടത്? ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയണം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയവും, കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഭാരങ്ങളും ചിന്തകളും ആകുലതകളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴും ഓറൊക്കെ പറഞ്ഞത്, ഇല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് കാണും. എൻ്റെ അവയവങ്ങളിൽ പുതിയത് ഞാൻ കാണും. ബ്രദർ, ഇത്രയും പ്രായമായില്ല, ഇവിടെ ഒന്നും വിഷയമല്ല. കാണും. ഉറക്കെ വിളിച്ചു പറ. എണീറ്റ് വരുമ്പോഴേ പറഞ്ഞു, ഞാൻ കാണും. സാഹചര്യത്തിൻ്റെ മേൽ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. യേശുക്രിസ്തുവിനെ വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എത്രയോ കോടിക്കണക്കിന്, നമ്മൾ ഈ ഭൂമിയിലുള്ള ജനത്തേക്കാൾ കോടിക്കണക്കിന് ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. ഒരു ദിവസം പോലും വേണ്ട, ഒറ്റ ദിവസം പോലും വേണ്ട, കർത്താവിന് നേരിട്ട് ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ദൂതന്മാരെ അയച്ച് ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ ദൂതൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ തകർത്ത് കളഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. കോടാനുകോടി ദൂതന്മാർ ഇറങ്ങി വന്ന് ഒറ്റ ദിവസം കൊണ്ട് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുക, അത് രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ തീരാനുള്ള വിഷയമുള്ളൂ. പക്ഷെ ഇങ്ങനെ കാലങ്ങളെടുത്ത് കർത്താവ് അത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിന് എന്നെ വേണം. ദൈവത്തിന് മറ്റൊരു ഓപ്ഷൻ വേണ്ട. എൻ്റെ കൂടെ പറ, ദൈവത്തിന് എന്നെ വേണം. എന്നിലൂടെ കർത്താവിന് പ്രവർത്തിക്കണം. എന്നെ ദൈവത്തിന് വേണം. പറ, അപ്പൊ ഒരു പ്രശ്നം വരുമ്പം ഓർത്തോണം, ദൈവത്തിന് അതിൻ്റെ അകത്തൊരു മഹത്വം എടുക്കാനുണ്ട്. ദൈവത്തിനൊരു മഹത്വം എടുക്കും. എന്തിനാ മഹത്വം?
മറ്റുള്ളവർ കാണണം, ഒന്ന് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നും, രണ്ടിങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നും കാണിക്കണം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ചാടിക്കയറി പ്രാർത്ഥിച്ചോണം. ചാടിക്കയറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ വേദനയോട് ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗത്തോട് കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അപ്പോൾ ആൾക്കാർ പറയും, എൻ്റെ ബ്രദറെ, എൻ്റെ സഹോദരി, അതാ കത്തി കൊണ്ട് മുറിഞ്ഞ ചെറിയൊരു മുറിവല്ലേ, ഒന്നും മിണ്ടാൻ പോകണ്ട, തർക്കിക്കാൻ പോകണ്ട. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. നാളെ ചിലപ്പോൾ നിങ്ങൾ കത്തി കൊണ്ട് മുറിഞ്ഞ ഈ മുറിവ് പ്രാർത്ഥിക്കുന്ന കണ്ട് കളിയാക്കിയ സഹോദരി പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഷയം വരും, പെട്ടെന്ന് നിങ്ങളെ ഓർക്കും, ദൈവമേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ, വിളിച്ചേക്കാം. ചിലപ്പോൾ അവരുടെ രോഗം മാറാൻ വേണ്ടിയായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആരംഭിക്കുക. നാളെ മുതൽ പറയണം, പരിശീലനം ചെയ്യാൻ തുടങ്ങിയോ? വീണ്ടും ഞാൻ ചോദിക്കണം, എത്ര പേര് തയ്യാറായി? ബ്രദർ, ഇന്ന് മുതൽ ഞാൻ തുടങ്ങാൻ പോവാന്ന് പറ. ഇന്ന് മുതൽ തുടങ്ങാൻ പോവാണ്. നമ്മൾ പലപ്പോഴും 10 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കടഭാരം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നാൽ ചെറിയൊരു കാര്യം മുതൽ കർത്താവ്, എനിക്ക് 100 കട ആവശ്യമുണ്ട്, വേണപ്പാ. മനസ്സ് പറയും, നാണമില്ല ഇങ്ങനെ ചോദിക്കാം. ഒരു നാണക്കേടുമില്ല. ഞാനിത് എൻ്റെ വിശ്വാസത്തെ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാ. എൻ്റെ വിശ്വാസത്തെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോവാം. കാര്യം വിശ്വാസം എപ്പോഴും വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലൂടെ മാത്രമേ ഉള്ളൂ. വചനം കേട്ടിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ഒരു പ്രയോജനമില്ല എക്സസൈസ് ചെയ്യാതെ. അതിന് ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥിച്ചു തുടങ്ങുക. നിസാര വിഷയങ്ങളെ പോലും പ്രാർത്ഥിച്ചു തുടങ്ങുക. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, കേടായ TV-ക്ക് വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ എനിക്കറിയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു നഷ്ടവുമില്ല. ആരെങ്കിലും വന്നിട്ട് പറയും പാരസെറ്റാമോൾ കഴിക്കേണ്ടത്, പാരസെറ്റാമോൾ. അപ്പോൾ തിരിച്ചു വെക്കണം, നാളെ ഇത് കിട്ടാതെ വന്നാൽ എന്നെ എടുക്കും. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതല്ലേ, അടിയായിരുന്നല്ലോ അത് കിട്ടാൻ വേണ്ടി. മരുന്നിന് വേണ്ടി മനുഷ്യൻ വെപ്രാളപ്പെട്ട് ഓടുവല്ലായിരുന്നു. ഒരു പരിധിക്കപ്പുറം മരുന്ന് മേടിച്ചാൽ വീട്ടിൽ ആൾ വരത്തില്ല. എന്നാ പറ്റി? വീട്ടിലെന്നാ ഒരു സിട്രസും കൂടുതൽ മേടിച്ചാൽ ഉടനെ വരും. കോവിഡ് ആണോ? പേടിയല്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനിയും വരാൻ സാധ്യതയുണ്ട്. പേടിക്കരുത്. ഞാൻ വീണ്ടും പറഞ്ഞു, പാനിക്കാവാൻ വേണ്ടിയല്ല. ഇന്നു മുതലൊന്ന് ചെയ്തേ. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കതിരെ കൊണ്ട് എന്ത് ചെയ്യരുത്? വളം വെക്കരുത്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ട് അതിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലോ വിശ്വസിക്കുന്നതിലോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് മുതൽ ചുറ്റുവട്ടം നോക്കി, ഞാൻ എന്തൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കും, വലിയ കടഭാരമുണ്ട്, വലിയ രോഗമുണ്ട്, എല്ലാം ഇരിക്കട്ടെ, അതവിടെ ഇരുന്നോട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് തപ്പിക്ക്. ചെറിയ 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 കാര്യങ്ങളുണ്ടോ? എവിടെയെങ്കിലും വേദനകളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് അന്വേഷിക്കുക. ഇന്നു മുതൽ ഒരു ശീലം സ്റ്റോപ്പ് ചെയ്തോണം. അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നവർക്ക് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യൂട്യൂബിൽ കയറി തപ്പുന്ന പരിപാടി നിർത്തണം. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന പരിപാടി നിർത്തണം. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പലതവണ ഞാൻ നിർബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ, ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നോക്കാൻ കയറുന്നത്, ആ പോക്ക് നേരെ പോകുന്നത് ഒറ്റമൂലി എങ്ങനെ ഉണ്ടാക്കുന്നത്, ആ ഒറ്റമൂലി നേരെ പോയപ്പോഴേ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു സൈൻ എന്താണ്, അങ്ങോട്ട് കയറി പോവും. നിർത്ത്, സ്റ്റോപ്പ് ചെയ്യണം. അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു പരിധിക്കിപ്പുറം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, സ്റ്റോപ്പ് ചെയ്യണം. അത് നിങ്ങളെ എന്ത് ചെയ്യും? ഭയത്തിലേക്കും ഭാരത്തിലേക്കും കൊണ്ടുപോകും. അതിന് പകരം ഒരു വചനമൊക്കെ ഇരുന്ന് നല്ല വിശ്വാസത്തെ, നല്ല ചുമ്മാ വചനം കേൾക്കരുത്, വിശ്വാസം ബലപ്പെടുത്തുന്ന വചനങ്ങളും സാക്ഷികളും എടുത്ത് കേൾക്കണം. അതൊക്കെ നല്ലതാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച്, നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്ത്, പ്രാക്ടീസ് അല്ല എക്സസൈസ് എന്നുള്ള വാക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പ്രാക്ടീസും ഒക്കെ നല്ല സമാനമായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പം അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് എക്സസൈസ് ചെയ്തെടുക്കുക, പരിശീലിച്ചൊന്ന് എടുത്ത്. ഈ ദിവസങ്ങളിൽ ഇപ്പം വീട്ടിലകത്ത് ഒരാൾ, വീട്ടുകാരെല്ലാം പറയാം, ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ കസിനോ ഹസ്ബൻഡോ പിള്ളേരോ ഒക്കെ പറയുക, യേശുവിൻ്റെ നാലും പറയാം, ഞാനൊന്ന് യേശുവിൻ്റെ നാഥ് പ്രാർത്ഥിച്ചോട്ടെ. അങ്ങനെ ഇപ്പോൾ ഏലിയാവിനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. നാളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെവിടെയെങ്കിലും സ്കൂളിലോ ഓഫീസിലോ ഒക്കെ ചെല്ലുമ്പോൾ, ഞാൻ ഇന്നാൾ പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് എൻ്റെ മനസ്സിൽ വന്ന, പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, സമയം മുന്നോട്ട് പോയത് എനിക്കറിയാം. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് വളരെ അറിയാവുന്ന, വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ബ്രദറിൻ്റെ ശുശ്രൂഷയുണ്ട്. പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണെങ്കിൽ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ ഈ അമ്മയും മോനും, ചെറിയ കൊച്ചാണ്, അവൻ 4 2 ഒക്കെ ചെറുത് പ്രീ സ്കൂളിൽ പഠിക്കുന്ന, 5 പഠിക്കുന്ന, അവനെയായിട്ട് ഈ അമ്മ അവധി കിട്ടുന്ന സമയത്തെല്ലാം കൊച്ചിനെ പെറുക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക്. നിങ്ങൾ മക്കളുണ്ടെങ്കിൽ അവരെയായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം കേട്ടോ. അവരെ പഠിപ്പിക്കാൻ പറ്റിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, അവരെ പിടിച്ചിരുത്തണം. അത്രയും കുറച്ച് പഠിച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല, ബാക്കി സമയം പഠിക്കാനുണ്ടല്ലോ, അവരെ ഇരുത്തണം. ഈ അമ്മ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് കൊണ്ടും കൊച്ചതിലെല്ലാം ബിസ്ക്കറ്റും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങി നടക്കുമായിരുന്നു. അമ്മ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് കൊച്ചിനെ നോക്കും, കുഴപ്പമില്ല, ഇച്ചിരി കുസൃതിയാണ് ആള്.
പക്ഷെ ഒരു ദിവസം വീട്ടിലോട്ട് അമ്മേനെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വിളിച്ച് പെട്ടെന്ന് സ്കൂളിലോട്ട് പറഞ്ഞു. മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അമ്മ വെപ്രാളപ്പെട്ട് ആദ്യം കയറി ഓട്ടോറിക്ഷ പിടിച്ച് സ്കൂളിൽ ചെന്നു. അമ്മയോർത്ത് എന്തോ വലിയ വിഷയമാണ്. വിളിച്ചപ്പോഴേക്കും ടീച്ചർമാരെല്ലാം ഇങ്ങനെ കൂട്ടി ഇവനെ നിർത്തിയിരിക്കുക. എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത്? അമ്മ പേടിച്ച് പറഞ്ഞു, ഞാനെങ്ങും കൊണ്ടുപോകുന്നില്ല ടീച്ചറെ, അവൻ നന്നായിട്ട് ഞങ്ങളവനെ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എവിടെയാണ് ഇവനെ കൊണ്ട് നടക്കുന്നത് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അവരെ സാധാരണ പോലെ എല്ലാം ചെയ്യുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് ജന്മനാ അവൻ്റെ കാലിന് ഒരു പ്രോബ്ലം, ഒരു ഞൊണ്ട് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൊരു കൊച്ചാണ്. ഇവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഒരു ദിവസം ഇൻ്റർവെല്ലിനെല്ലാവരും പോകുന്ന സമയത്ത് ഈ കുഞ്ഞിനെ, ഈ കാല് വയ്യാത്ത കൊച്ചിനെ പിടിച്ച് ആ ഡെസ്കിലോട്ട് കിടത്തിയിട്ട് കൈ വെച്ച ഒറ്റ പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വളഞ്ഞ കാല് നേരെയാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ക്ഷണത്തിൽ ആ കുഞ്ഞിൻ്റെ കാല് നേരെയായി. നമ്മളത് കേട്ട് നോക്കി. ആ കുഞ്ഞിൻ്റെ കാല് നേരെയായി, ആ കുഞ്ഞ് സൗഖ്യമായി. ടീച്ചേഴ്സിന് അതിശയം, എവിടുന്ന് പോയി? അപ്പോഴാണ് ഈ അമ്മ പറഞ്ഞത്, ഞങ്ങൾ ഇതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവും, അവിടെ ഈ ബ്രദർ കാണുന്ന എല്ലാ രോഗിക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇതവൻ കാണുന്നുണ്ടോ എന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ കുഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലെല്ലാം ബിസ്ക്കറ്റ് തന്നുകൊണ്ട് അവൻ ഓടി നടക്കുമ്പോഴും അവിടെ ഈ കാണുന്നതെല്ലാം ഇവനിങ്ങനെ സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? അവനിത് സ്റ്റോർ ചെയ്തപ്പോൾ ഇവർ മനസ്സിലായി, അങ്ങനെയെങ്കിൽ എൻ്റെ വീടിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിങ്ങനെ ഉണ്ടല്ലോ. അവനൊന്നും നോക്കിയില്ല, അവൻ കൈവച്ചു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് വലിയൊരു പകർച്ചയായിട്ട് മാറും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ചെറിയ വേദന മൂലം പ്രാർത്ഥിച്ച്, അപ്പോൾ എന്നെ ഗുണം എന്ന് പറയുന്നത്, നമുക്ക് വലിയ വിഷയം വന്നാലും ഭാരം വരത്തില്ല, ബലം ഉണ്ടാകും, പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം ഉണ്ടാകും. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, യേശു ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ സൗഖ്യമാക്കാൻ പോവുക. ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ഗീതാ സഹോദരിയൊക്കെ ഉണ്ട്. ഒത്തിരി ഈ ദിവസം വലിയ ആവശ്യത്തിന് നടുവ് നിൽക്കുക. കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത്ഭുതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുക. അങ്ങനെ ഒത്തിരി ആൾക്കാരിൻ്റെ അകത്തുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ ആരുടെയും പേരുകളെടുത്ത് പറയുന്നില്ല. ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി ഇന്ന് സൂമിൽ കാണുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ട്, യൂട്യൂബിൽ കാണുന്നവരുണ്ട്, അവർക്കെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അവർ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. രോഗശക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പുതുവഴി തുറക്കട്ടെ. ആകാശം തുറന്ന് ലക്ഷക്കണക്കിന് ജനത്തിന് വേണ്ടി ആഹാരം വയറ് നിറച്ച് കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന് ഇപ്പോൾ അവരായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് പറ്റും. ദൈവം ഇന്നും, ദൈവത്തിന് കാശ് വിഷയമല്ല, ദൈവത്തിന് അത്ഭുതം വിഷയമല്ല, ദൈവത്തിന് വിഷയം നിങ്ങളാ, ദൈവത്തിൻ്റെ ആവശ്യം നിങ്ങളാ. കർത്താവ് ഞങ്ങളിന്ന് ഒരുമിച്ച് പരസ്പരം അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന് ഞങ്ങൾ ആൻമേരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾ സൺഡേ എക്സാമിന് പോകണമല്ലോ. അപ്പോൾ അനീറ്റിൻ്റെ എക്സാം അവിടെ ചെല്ലുമ്പോൾ യേശുവേ അവർ വിശ്വസിച്ചിരിക്കുന്നത് പോലെ പൂർണ്ണമായ ഉന്നത വിജയം ആ മാർക്ക് ലിസ്റ്റിൽ കഴിയുന്നതും കർത്താവ് അതിൽ തന്നെ ഫുൾ മാർക്കോടെ പാസ്സാവുക ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം വലിയൊരു അതിശയം അവിടെ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്മിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ജീസസ് കർത്താവ് പറഞ്ഞ് പ്രമോഷനുകളെ ദൈവം ചെയ്യാൻ പോവുക. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ജോലി മേഖലയിൽ മാത്രമല്ല, പ്രമോഷൻ അടുത്തൊരു പടിയിലേക്ക് കർത്താവൊക്കെ ജോലി മേഖലയിലും ഉണ്ടാവും, അല്ലാതെയും ഒരു പൊസിഷൻ ചേഞ്ചുകൾ ഉണ്ടാകാൻ പോവുക, ഉയർച്ച ഉണ്ടാകാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ഇന്ന് ചെയ്യാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ്, ഞാനൊരു ഭവനത്തിൽ ഒരു വ്യക്തിയെ കാണും, ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബെന്നി എന്ന് പറയുന്ന ഒരാൾ ആ കുടുംബത്തിലുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സൂമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിൽ എടുത്തോണം. ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബെന്നിയുടെ കുടുംബത്തിൻ്റെ കർത്താവോട് പറയുന്നത് തകർന്നു പോകത്തില്ല, ഒരു മരണവും തൊടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കും. ഞങ്ങൾ തമ്മിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞണം, ആന്തരിക അവയവങ്ങൾ കൈവച്ചിട്ട് പറ, പുതിയത് എനിക്ക് വേണമെന്ന് പറയണം. പുതിയതുണ്ടായി വരാൻ പോവുക, പുതിയതുണ്ടായി വരാൻ പോവുക. കാണുന്നവൻ ചിരിക്കട്ടെ, കേൾക്കുന്നവൻ കളിയാക്കട്ടെ, അവൻ്റെ വഴിക്ക് പോട്ടെ. വിശ്വസിക്കുന്ന ഏലിയാവിനെ പോലെ തീ ഇറങ്ങുന്നത് കണ്ടിരിക്കും, അത്ഭുതം കണ്ടിരിക്കും. കർത്താവിന് ആഗ്രഹം ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറയുന്നവനെയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് ഞങ്ങളിത് വിശ്വസിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളിത് വിൽസൺ സഹോദരൻ്റെ തലമുറകൾക്ക് വേണ്ടി പറയുന്നത് എക്സാം പൂർണ്ണമായ ജയത്തെ കൽപ്പിക്കുന്നപ്പോൾ, അത്ഭുതത്തെ കൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ടുകൾ യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അവിടെ അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇനി വീടിനെ മൊത്തം നോക്കണം. വീടിനെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. മാറും അത്ഭുതം നടക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളത് എക്സസൈസ് ചെയ്യണം. ഞാൻ നിർബന്ധിച്ചു പറയുന്നു. ഇന്നു മുതൽ നമ്മൾ ആ വിഷയത്തിൻ്റെ മേൽ എഴുതി വെക്കാൻ പറ്റുന്ന വിഷയത്തിൻ്റെ മേൽ കൈവച്ചിട്ട് എഴുതി വെച്ച് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. ഞാൻ കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയേണ്ട പ്രാർത്ഥനാ വിഷയമല്ല. പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വാട്സാപ്പിൽ വന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ദൈവം അത് അത്ഭുതമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം സാക്ഷ്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു ഹലോ, കേൾക്കാമോ? പറഞ്ഞു. ഞാന് ഈ സാക്ഷി പറയുന്നത് ഈ മരുന്നിന്റെ, ഞാനിപ്പോ 3-4 പ്രാവശ്യം പറഞ്ഞു, എങ്കിലും ഞാനത് ഇന്ന് ഈ വിഷയം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്. ഞാൻ കൂടെ വലിയ പെട്ടി എന്ന് പറഞ്ഞാൽ വലിയ ഒരു നമ്മുടെ 3-4 അല്ല ഒരു 5-6 സോപ്പ് കൊള്ളുന്ന വിധത്തിലുള്ള വലിയൊരു പെട്ടി, ഒരു പ്ലാസ്റ്റിക് ബോക്സ് നിറച്ചും മരുന്നും കൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് മാത്രമേ ഫുൾ ടൈം എൻ്റെ കാണും. കഴിഞ്ഞ 5 മാസമായിട്ട് ഈ വചനം ഞാൻ ഭക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ രോഗങ്ങളെ വഹിച്ച് എന്നല്ല, പിന്നെ ഞാൻ രോഗിയല്ല, അത് തീരുമാനമെടുത്തിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ തല വെട്ടിപ്പൊളരുന്ന വേദനയോട് കൂടി പനി ഉണ്ടായിരുന്നതാണ്. അപ്പോഴും എൻ്റെ ഓഫീസിൽ എല്ലാവരും നിർബന്ധിച്ച് ഗുളിക കഴിക്കണമെന്ന്. ഞാൻ കഴിച്ചില്ല. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു കഴിക്കണം, ഡോക്ടറെ കാണണം. പക്ഷെ കണ്ടില്ല. കാര്യം എൻ്റെ പിതാവിൻ്റെ വചനത്താൽ ഞാൻ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്രകാരം കർത്താവ് നിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പം എല്ലാവർക്കും ഇത് ഒരു മാതൃകയായി മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ചുമ്മാ പറയുന്ന നമുക്ക് നഷ്ടമൊന്നുമില്ല, വെറുതെ പറയുന്നതിൽ ഒരു നഷ്ടമില്ല. വെറുതെ നമുക്ക് എക്സസൈസ്, ഞാൻ ദിവസവും അത് എക്സസൈസ് ശീലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ദിവസവും. അത് അപ്രകാരം എല്ലാവർക്കും അപ്രകാരം ഒന്ന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് വചനത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുക. ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആരംഭിക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന് കേട്ടതുപോലെ തന്നെ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ബ്രദറിനെ വിട്ടൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഇടപാടുള്ള ആ സഹോദരി, എനിക്ക് പലയിടത്തുനിന്ന് സഹോദരി എന്ന് പറഞ്ഞാൽ അപ്പയെ കുറച്ച് പ്രായമുള്ളതാണ്, ഗസറ്റ് ഓഫീസറായിരുന്നു, റിട്ടയർഡ് ആയതാണ്. എനിക്ക് പലയിടത്തുമായിട്ട് എനിക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിയിട്ട് അത് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളുകൊണ്ടൊക്കെ കൊടുക്കുന്നില്ല. അങ്ങനെ ഇച്ചിരി വിഷമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ഒന്നും വിൽക്കുമില്ലായിരുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. എന്തായാലും ബ്രദറെ കഴിഞ്ഞ ദിവസം എന്നിട്ട് രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നാളെ ഞാൻ വിളിക്കുമ്പോൾ 12 വന്നു ചെയ്യണം. ഞാൻ എല്ലാവരെയും വിളിച്ച് എൻ്റെ വീട്ടിലോട്ട് കൂട്ടുവാണ്, നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോവാണ്. ഞാൻ വക്കീലിനെ കണ്ട് വക്കീല് പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കംപ്ലൈന്റ് വാങ്ങിക്കൊണ്ട് വരാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങ് ഭയങ്കര വിഷയമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിച്ചു. കർത്താവിന്റെ മരുന്ന് ശരിക്കും രാത്രിയിൽ പ്രാർത്ഥിച്ചൊക്കെ കിടന്നു. പിന്നെ രാവിലെ ആയപ്പോ എനിക്ക് ഒരു ചെറിയൊരു വന്ന്. അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ചത്. ഇതാ സൗകര്യം കട്ടായി പോയെന്ന് തോന്നുന്നു. ഇതാ സൗകര്യം കേൾക്കുന്നുണ്ടോ? ഗീതാസോരി കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. പറഞ്ഞു. രാവിലെ അവര് 11:30 പറഞ്ഞത്. അപ്പൊ 1-2 പേരോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇന്ന ആളിനെ കൊണ്ടു നമ്മുടെ മെമ്പർ എന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ ഒരു അഭിപ്രായം ഞാനെ കൊണ്ടുപോകുന്നുണ്ട്, വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട് വരുവാന്ന്. അപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ്
ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് പറയുന്നത് ഗീതാ സഹോദരി കേൾക്കുന്നില്ല. ക്ലിയർ അല്ല സിസ്റ്റർ. ഗീതാ സഹോദരി ക്ലിയർ അല്ല, റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. എനിക്ക് വന്നത് സിസ്റ്റർക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. ഗീത സൗകര്യം ക്ലിയർ അല്ല. എനിക്ക് വന്നത് വോളിയം ക്ലിയർ അല്ല. എനിക്ക് വന്ന ഗീത സൗരി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗീത സൗരി ഇപ്പൊ പറയുന്നത് കേൾക്കുന്നത് ഒന്ന് കട്ടായി പോയായിരുന്നേ. അങ്ങനെ ഓക്കെ, ബ്രദർ ഒരു കുഴപ്പമില്ല. അത്ഭുത സാക്ഷി ഞാൻ അവിടെ ചെന്ന് അപ്പം അവിടെ കണ്ട അവിടെ ഇരുന്നിട്ട് അപ്പ ഇരുന്നോണ്ട് സംസാരിച്ച് കുറെ പറയാവുന്ന എല്ലാം പറഞ്ഞു ഇന്നലെ എനിക്ക് നെഞ്ചുവേദന എടുത്ത് ഞാൻ ആശുപത്രി പോയി 5000 രൂപയോടുള്ള പിന്നെ മെഡിസിൻ തന്ന് ഈ നെഞ്ചുവേദനയ്ക്ക് കാര്യം എന്തോന്ന് അറിയാവോ, ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ച് ടെസ്റ്റിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് എനിക്കെന്തോ അപ്പം ഞാൻ പറഞ്ഞ ടെസ്റ്റിനകത്തൊന്നും കുഴപ്പമില്ലാത്ത കാര്യം എന്താ കർത്താവ് അവിടെ പ്രവർത്തിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇരുന്നോണ്ട് ഒത്തിരി അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ടെൻഷൻ വരില്ല. അന്നേരം മാത്രം ഞാൻ വാ തുറന്നു. അങ്ങനെ എന്നെ എപ്പോഴും അവര് എന്നെ വക്കീലിന്റെ കൈ കൊടുക്കാനായിട്ട് വിളിച്ചു വരുത്തിയ എന്നോട് സംസാരിച്ച് കർത്താവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സുവിശേഷം കൊടുത്തു. പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പിന്നെ എന്നോട് പറഞ്ഞ് എന്നെ പ്രശ്നം ഉണ്ടാക്കാനിരുന്ന അവര് എനിക്ക് ചായയും കാപ്പിയൊക്കെ തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്ന് തിരിച്ചു വിട്ടു. കർത്താവിന്റെ അത്ഭുതമായിട്ട് ഞാൻ അവിടെ മരുന്നും കഴിച്ചുകൊണ്ട് പോയി. എനിക്ക് മരുന്ന് ഭയങ്കരമായിട്ട് ഫലവത്തായി. എന്റെ കർത്താവ് എന്റെ കൂടെ വന്ന് എനിക്ക് കർത്താവിനെ ഗീതാസിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി വിളിച്ചു വരുത്തി കോടതിയിൽ പോയി വക്കീലിൻ്റെ അടുത്തുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആളായിരുന്നു. വലിയ പ്രതിസന്ധിക്കകത്ത് തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടതുപോലെ പറഞ്ഞു വളരെ പ്രതിസന്ധിക്കകത്താണ് നിൽക്കുന്നത്. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് തകർക്കാൻ നിന്ന എന്താ പറയുന്നത് കേസാക്കാൻ എന്ന വ്യക്തിയോട് പറഞ്ഞു യേശു അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞു. യേശുവിനെ നാം പറഞ്ഞപ്പോൾ തന്നെ പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തി അനുകൂലമാക്കി കേസ് കൊടുക്കാൻ നിന്നയാൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അവർ യേശുവിനെ പറ്റി അറിഞ്ഞു, കേട്ടു, കാപ്പിയും ചായയും എല്ലാം കൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞു. ഒന്നാലോചിച്ച് നോക്കി, കേസ് കൊടുക്കാൻ നിന്നയാളാണ്. അതെനിക്ക് വലിയ ഭാരപ്പെട്ട ഗീത സിസ്റ്റർ വിളിച്ചത് ആ വിഷയത്തിൻ്റെ മേൽ. പക്ഷെ കർത്താവ് അവിടെ ഇടപെട്ടു. യേശു ഇറങ്ങി അവർക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു വ്യത്യാസം ചെയ്തു. ഇത് പോരെ കർത്താവെ, ഇനിയും യേശുവിനെ കൊടുക്കുകയും അതേപോലെ തന്നെ അസാമ്പത്തിക മേഖലയിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടായി വരും. അതിനുവേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ഇപ്പം മഴ തീരെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് മുണ്ടക്കയത്ത് ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും മഴ ഉണ്ടാവുന്നത്, അങ്ങനെ കിണർ വറ്റാറേ ഇല്ല. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് പറ്റി. നമുക്ക് ടാങ്കിലേക്ക് മോട്ടോർ വെച്ച് അടിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലാ കിണർ, 2 വീട്ടുകാർക്കും കൂടി ഒരു കിണറാ. അപ്പം ഇന്നലെ മമ്മി നമ്മൾ വെള്ളം കോരി, മമ്മി വെള്ളം കോരിയപ്പം നമുക്ക് കോരി എടുക്കാൻ കൂടി വെള്ളമില്ല. ഇനി വെള്ളം അടിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. വെള്ളം അടിക്കുകയാണെങ്കിലും നമുക്ക് 2 ടാങ്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന 2 ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് അത്രേ കിട്ടത്തുള്ളൂ. അതും ആ വെള്ളം ഇപ്പം ഭയങ്കര ഷോർട്ടേജ് ആണ് കിട്ടാൻ. അവർ ഭയങ്കര വിലയാ പറയുന്നത്, നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ, വെള്ളമില്ല ഇനി എന്ത് ചെയ്യും, വെള്ളം അടിക്കേണ്ടി വരുമോ? അപ്പോഴും മമ്മിയാണെങ്കിലും പറയും ഇല്ല, നമുക്ക് വെള്ളം അടിക്കേണ്ടി വരത്തില്ല, ദൈവം മഴ പെയ്യിപ്പിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ എന്നും വെതറിന്റെ ടെസ്റ്റ് നോക്കും. അപ്പൊ എന്നും നമുക്ക് കാണിക്കുന്നുണ്ട് മഴ പെയ്യുന്നു കാണിക്കും, പക്ഷെ വെറുതെ ഹ്യൂമിഡിറ്റി വന്നിട്ട് മഴ പെയ്യത്തില്ല. ഇന്ന് രാവിലെ എണീച്ചപ്പോഴും ഇങ്ങനെ കാർമേഘമൊക്കെ മൂടിക്കിടക്കുന്നു, പക്ഷെ മഴ പെയ്യാൻ ഒരു ചാൻസ് ഇല്ലാത്ത പോലെ തന്നെയാ. പക്ഷെ എന്തുകൊണ്ട് എന്റെ വായിൽ വന്നു ഇന്ന് മഴ പെയ്യും, ഇന്ന് രാത്രി സൂം മീറ്റിംഗിൽ ഞാൻ അതിന്റെ സാക്ഷ്യം പറയും. ഈ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ഈ മഴയെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, ഇതിനു വേണ്ടി വേറൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇന്ന് രാത്രി ഞാൻ സൂം മീറ്റിംഗിൽ ഞാൻ സാക്ഷ്യം
പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരമായി 4-5 മണിയായപ്പോൾ നല്ല മഴ കിട്ടി. അത്യാവശ്യം ഞങ്ങൾക്ക് നാളെ മോട്ടർ അടിക്കാനുള്ള വെള്ളം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിൽ മഴ കിട്ടി ഞങ്ങൾക്ക്. അപ്പം നമ്മള് ചില വിഷയങ്ങൾ നമ്മൾ ഉറപ്പില് നമ്മൾക്ക് പറ്റും, അല്ലെ സാക്ഷ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത്രയും 100% ഉറപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ബ്രദർ പറഞ്ഞ പോലെ പിന്നെ അതിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. അത് ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മുടെ ആ വിശ്വാസമാണ് നമുക്ക് പലർക്കും പല വിഷയത്തിലും ഇല്ലാത്തത്. ആ 100% വിശ്വാസമാണ്. നമ്മൾ ദൈവത്തിന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ 99% ഇട്ടിട്ട് ബാക്കി 1% നടക്കുമോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് ആ വിഷയം നടക്കാതെ പോകുന്നത്. നമ്മൾ 100% ഇട്ട് എന്തായാലും ദൈവം എനിക്ക് തരും, അല്ലെ ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു ഉറച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തായാലും സാക്ഷ്യം പറഞ്ഞിരിക്കും. അതേപോലെ ഇന്ന് ബ്രദർ സംസാരിച്ച സബ്ജക്ട് ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. ബ്രദറിന് വേണമെങ്കിൽ ഈ സബ്ജക്ട് ഇന്നലെയോ നാളെയോ ഒക്കെ സംസാരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന വിചാരിച്ച് ഇന്ന് തന്നെ ബ്രദർ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഇതിന്റെ കുറെ എക്സാംസ് വന്നപ്പം കുറേം കൂടി ബ്ലസ്ഡ് ആയ ഒരു ഫീൽ ആയിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും മിസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ശ്രദ്ധിപ്പിച്ച്. ഇന്ന് എന്നൊരു വാക്ക് പറയും. ഇന്ന് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പം ശ്രദ്ധിച്ചോണം. ഏത് വിഷയത്തിൽ പറയുക കർത്താവേ അത്ഭുതം ഉണ്ടാകട്ടതല്ല, ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കാണും, നാളത്തേക്കല്ല ഇന്ന് എന്നൊരു പദം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അനുഗ്രഹമായിരിക്കും, ഇന്നത്തെ ദിവസം അത്ഭുതം ഉണ്ടാകും. ഇപ്പോൾ പ്രസന്റ് ആയിരിക്കണം നമ്മുടെ അത്ഭുതം. അങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. സിസ്റ്റർ പഠിച്ചതുപോലെ ഇന്ന് കർത്താവെ നാളെ തരണമെന്നല്ല, ഇന്ന് ഞാൻ കാണും. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കേണ്ടത് നല്ലതാണ്, ആവശ്യമാണ്. ആമേൻ. കൊടുത്ത ആ ഒരു കർത്താവ് കൊടുത്ത, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചൂടിൻ്റെ അകത്തേക്കുമ്പോൾ അവസ്ഥ അറിയാം. ദൈവം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ റിലീസ് ചെയ്തോണം. അത് മഴയുടെ മേലായിക്കോട്ടെ, പ്രപഞ്ചത്തിൻ്റെ മേലായിക്കോട്ടെ, മിഷ്യൻ്റെ മേലായിക്കോട്ടെ, മനുഷ്യൻ്റെ മേലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്താൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് അത് ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ മുമ്പിൽ അത് വരും. എല്ലാവരും